വെൽക്കം ടു മൂവി ബ്രാൻഡ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. യുവത്വം ആഘോഷിച്ച വേടൻ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടെ രാസലഹരിക്കെതിരെ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. കഞ്ചാവുമായി പിടിയിലായതിന് പിന്നാലെ വേടന് കുരുക്കായത് കഴുത്തിലണിഞ്ഞ മാലയാണ്. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ വേടന്റെ കഴുത്തിലെ മാലയിലുള്ള പുലിപ്പല്ല് ഒറിജിനലാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ഇതിലേക്കും നീണ്ടത്. പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാനായിരുന്നു അന്വേഷണം. നേരത്തെ തന്നെ വനം വകുപ്പ് തുടക്കത്തിൽ സ്വീകരിച്ച നടപടികൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിൽ വേടനെതിരെ 7 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റവും ചുമത്തി. ശ്രീലങ്കൻ വംശജയാണ് വേടന്റെ അമ്മയെന്നും ആ ഒരു കണക്ഷൻ ഈ കേസിൽ വരുന്നുണ്ടെന്നതുമായി റേഞ്ച് ഓഫീസർ അദീവ് രവീന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. കേസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തിയപ്പോൾ വനം വകുപ്പിന്റെ വാദങ്ങളെ തള്ളി വേടന് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്. ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് പിന്നാലെ വേടന് പിന്തുണയുമായി മന്ത്രിമാരായ ആർ ബിന്ദുവും AK ശശീന്ദ്രൻ അടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു. വേടൻ രാഷ്ട്രീയ ബോധമുള്ള മികച്ച കലാകാരനാണെന്നും വേടന്റെ അറസ്റ്റിനിടയാക്കിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും ദൗർഭാഗ്യകരമായി പോയെന്നുമായിരുന്നു AK ശശീന്ദ്രന്റെ പ്രതികരണം. വേടന്റെ അറസ്റ്റിൽ വനം വകുപ്പിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിർഭാഗ്യകരമാണ്. തുടക്കത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത് നിയമവശങ്ങൾ മാത്രമായിരുന്നു. വനം വകുപ്പും വനം മന്ത്രിയും ഈ കേസിൽ അധികമായി എന്തോ ചെയ്യുന്നുവെന്ന പ്രചാരണമുണ്ടായി. അകാരണമായ ആശങ്ക സൃഷ്ടിക്കും വിധം ദൃശ്യമാധ്യമങ്ങളോട് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് അംഗീകരിക്കാനാവില്ല. കേസിനെ പെരുപ്പിച്ചു കാണിക്കാനിടയായ പ്രതികരണം നടത്തിയതിന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വിശദീകരണം നേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയപരമായി വലിയ പിന്തുണ ഇടതുപക്ഷത്ത് വേടന് ലഭിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ വലിയ വിമർശനവും ഉയരുന്നുണ്ട്. വേടനെ ലഹരി കേസിൽ പിടികൂടിയത് CPIMന്റെ ദളിത് വിരുദ്ധതയും അസഹിഷ്ണുതയുമാണ് എന്നൊക്കെയുള്ള തരത്തിലാണ് ചിലരുടെ വിമർശനം. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു ഇടത് അനുഭാവി കുറിച്ച കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: വേടനെ ലഹരി കേസിൽ പിടികൂടിയത് CPIMന്റെ ദളിത് വിരുദ്ധതയും അസഹിഷ്ണുതയുമാണ് എന്നൊക്കെയാണ് ഇതിനിടയിൽ കൂടി ചിലർ തള്ളിക്കയറ്റി മുതലെടുക്കാൻ നോക്കുന്നത്. സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയിൽ ഇതേ വേടനെ ക്ഷണിച്ച സർക്കാരിന് നേതൃത്വം നൽകുന്ന CPIMനെയാണ് ഇവർ ദളിത് വിരുദ്ധരാക്കി കിട്ടിയ ചാൻസ് മുതലാക്കാൻ നോക്കുന്നത്. വേടനോട് CPIMനും സർക്കാരിനും ഒരു വൈരാഗ്യവുമില്ല. വേടനെ എന്നല്ല ആരെയും കേസിൽ കൊടുക്കാൻ നിർദ്ദേശം നൽകലല്ല CPIMന്റെ ജോലി. ലഹരിക്കെതിരായ എല്ലാ നടപടികളുടെയും പൂർണ്ണ ചുമതല എക്സൈസിനും പോലീസിനുമാണ്. അത് രാഷ്ട്രീയം നോക്കിയല്ല. മാത്രമല്ല വേടൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നെ ആരും കുടുക്കിയതല്ല എന്നാണ്. അപ്പോൾ വേടൻ ഇല്ലാത്ത പരാതി ചിലർക്ക് വരുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. പിന്നെ ഒരു ചോദ്യം, വൻകിടക്കാരെ തൊടാൻ ധൈര്യമുണ്ടോ എന്നാണ്. നടൻ ദിലീപ് എന്ന വൻകിടക്കാരനെ അറസ്റ്റ് ചെയ്ത സർക്കാരാണിത്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ വിനു വി ജോൺ പോലും അന്ന് പറഞ്ഞത് LDF സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ദിലീപിനെ തൊടില്ലായിരുന്നു എന്നാണ്. ദിവസങ്ങൾക്ക് മുൻപ് നടൻ ഷൈൻ ടോം ചാക്കോയെ പിടിച്ചതും LDF സർക്കാരിന്റെ പോലീസ് തന്നെയാണ്. ഷൈനിനെ പിടിച്ചതും CPIMന്റെ അസഹിഷ്ണുതയാണോ? മറ്റൊന്ന് പറയാനുള്ളത് ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകനെ കുറിച്ചാണ്. വേടനെ അപമാനിക്കുന്ന തരത്തിൽ ഏഷ്യാനെറ്റ് നൽകിയ വാർത്തയിൽ ഞങ്ങൾക്ക് പുതുമ ഒന്നും തോന്നുന്നില്ല. കാരണം SFIക്കും CPIMനും നേരെ എത്രയോ കാലങ്ങളായി ഏഷ്യാനെറ്റ് ചെയ്യുന്നതാണത്. ഒരു പെൺകുട്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ ആരുടെ വിദ്യ എന്ന തലക്കെട്ടിൽ PM ആർഷോയുടെ പടം ചേർത്ത് കാർഡ് ഇറക്കിയതടക്കം എത്രയോ തവണ തനി തെമ്മാടിത്തം ചെയ്തവരാണ് ഏഷ്യാനെറ്റ്. അന്നൊക്കെ ഇടതുപക്ഷക്കാരല്ലാതെ ഒരുത്തനും ഏഷ്യാനെറ്റിനെ വിമർശിച്ചില്ല. CPIMകാർക്ക് 2 കിടക്കട്ടെ എന്ന മനസ്ഥിതി തന്നെ കാരണം. അതേസമയം ഗായകൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയതിന് തെളിവില്ലെന്ന് മാത്രമല്ല, വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും കോടതി സൂചിപ്പിച്ചു. ബുധനാഴ്ച പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടൻ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വേടനുമേൽ വനം വകുപ്പ് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല. കാരണം വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനായിട്ടില്ല. നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിലൊന്നും വേടൻ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലീസ് കഞ്ചാവ് പിടികൂടിയ കേസ് മാത്രമാണ് വേടനെതിരെയുള്ളത്. മാത്രമല്ല ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ചുകൊള്ളാമെന്ന് വേടൻ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുള്ളതായി ജാമ്യ ഉത്തരവിൽ പറയുന്നു. പുലിപ്പല്ലാണ് പിടിച്ചെടുത്തത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാവാത്ത സാഹചര്യത്തിൽ വേടന് ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാവില്ല എന്ന് കണക്കിലെടുത്താണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് എന്നാണ് ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചെന്നൈയിൽ വെച്ച് ഒരു ആരാധകൻ തന്ന സമ്മാനം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്നും പുലിപ്പല്ലാണ് എന്നറിഞ്ഞുകൊണ്ടല്ല താനിത് ഉപയോഗിച്ചത് എന്നുമായിരുന്നു വേടന്റെ മൊഴി. ഇക്കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് കോടതി ഗായകന് ജാമ്യം
ജാമ്യം അനുവദിച്ചത്. എല്ലാ വ്യാഴാഴ്ചകളിലും കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല. സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. സാക്ഷികളുമായി കൂടിക്കാഴ്ച നടത്താനോ അവരെ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്നിങ്ങനെ കടുത്ത ജാമ്യ വ്യവസ്ഥകളാണ് കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ തലമുറയ്ക്ക് പാട്ടിനൊപ്പം രാഷ്ട്രീയവും കൂടി പകർന്നു നൽകുന്നുവെന്നാണ് വേടന്റെ സംഗീതത്തെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. ഞാൻ പാണനല്ല, പുലിയനല്ല, നീ തമ്പുരാനുമല്ലെന്ന് പകുതി പറയുകയും പാടുകയും ചെയ്ത വേടനെ പുതിയ തലമുറ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടന്റെ പാട്ട് കേൾക്കാൻ നിറഞ്ഞു കവിഞ്ഞ് സദസ്സിനെ കുറിച്ചുള്ള ചർച്ചയുടെ ചൂട് അടങ്ങും മുൻപാണ് ഗായകൻ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത്. നമ്മുടേത് വിവേചനപൂർണമായ സമൂഹമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ 10,000 വർഷമായി ഇരട്ട നീതി നിലനിൽക്കുന്നുണ്ടെന്നും തനിക്ക് അതിനെക്കുറിച്ച് പുതിയതായി ഒന്നും സംസാരിക്കാനില്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. മോണലോവ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. ഞാനിപ്പോൾ പ്രേമത്തിലാണല്ലോ, ഇപ്പോഴാണ് പ്രേമമൊക്കെ ഉണ്ടാകുന്നത്. എന്റെ കാമുകിയെ മോണലോവ പോലെ അഗ്നിപർവ്വതമായി എഴുതിയിരിക്കുന്ന പാട്ടാണത്. ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് മാത്രമാണത്. വിപ്ലവ പാട്ടുകൾ ഇനിയും വരും, പ്രേമ പാട്ടുകളും അതിനിടയിൽ ഉണ്ടാകും. എല്ലാവരും പാട്ട് കേൾക്കുക. ഇത് മോശം സ്വാധീനമാണ്. എന്നെ കണ്ട് ആരും പഠിക്കരുത്. എന്നെ തിരുത്താൻ പരമാവധി ശ്രമിക്കും. കള്ളുകുടിയും പുകവലിയും നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് പൊതുസമൂഹമാണ്. ഞാൻ കള്ളുകുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൊച്ചുമക്കൾ ദയവ് ചെയ്ത് അതിൽ സ്വാധീനിക്കപ്പെടാതിരിക്കുക എന്നും മാധ്യമങ്ങളോട് വേടൻ പറഞ്ഞു. തന്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്ന് കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ചു. സവർണതയുടെ റാപ്പിലൂടെ കലഹിച്ചു. ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പ് മേഖലയിൽ പേരെടുത്തത്. മ്യൂസിക് ഷോകളിൽ വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ. ദലിത് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന ഗായകൻ എന്നാണ് മാധ്യമങ്ങൾ വേടനെ വിശേഷിപ്പിച്ചത്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധേയനാകുന്നത്. ആദ്യ വീഡിയോ പുറത്തിറക്കിയത് 25-ാം വയസ്സിലാണ്. ആദ്യ വീഡിയോ തന്നെ സംഗീത പ്രേമികൾ ഏറ്റെടുത്തു. വിദ്യാഭ്യാസത്തിന് ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന വേടൻ എഡിറ്റർ ബി അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയിയായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ലഹരിക്കെതിരെ പാടിയും പറഞ്ഞും തീർത്തതിന്റെ തൊട്ടടുത്ത ദിനമാണ് വേടൻ ലഹരി കേസിൽ കുടുങ്ങിയത്. 2021 പുറത്തിറങ്ങിയ നായാട്ട്, 2023 പുറത്തിറങ്ങിയ കരം, മഞ്ഞുമൽ ബോയ്സ് എന്നിവയിലെ പാട്ടുകൾ ശ്രദ്ധേയമായി. എന്നാൽ ഇതിനിടയിൽ വേടനെതിരെ ലൈംഗിക ആരോപണവും ഉയർന്നു വന്നു. വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴിയാണ് ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം. സൗഹൃദ വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണമുണ്ടായിരുന്നു. എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് സിനിമ ചെയ്തതിന് ED റെയ്ഡ് വരുന്ന കാലമാണിതെന്ന വേടന്റെ വാക്കുകൾ വൈറലായി. കാരണവന്മാർ മണ്ടത്തരം കാണിച്ചു നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും വേടൻ അന്ന് പറഞ്ഞു.